ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ വളരെ കുറച്ച് സമയം മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുടെ ഒരു ഓട്ടപ്രദർശനം നടത്തുകയാണ് നമ്മൾ. കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പോരാട്ടം നടന്ന, ഏറ്റവും ഒരുപക്ഷെ പ്രവചനാതീതമായ സാഹചര്യം നിലനിൽക്കുന്നതൊക്കെ പറയാവുന്ന മണ്ഡലങ്ങളുണ്ടല്ലോ, ആ മണ്ഡലത്തിലൂടെയുള്ള സഞ്ചാരമാണ്. നമ്മൾ അവസാനം പരിശോധിക്കുന്നത് വടകരയാണ്. ഏറ്റവും വലിയ അഭിമാന പോരാട്ടം നടന്ന മണ്ഡലം. ഷാഫി പറമ്പിലും ഒപ്പം LDF സ്ഥാനാർത്ഥി KK ശൈലജയും തമ്മിലുള്ള പോരാട്ടം നടന്ന ഒരു എക്സിറ്റ് പോളാണ് കേരളത്തിലൊരു ചാനലിലാണ് പുറത്തു വന്നതിൽ ശൈലജ ടീച്ചർ ഒരു നേരിയ മാർജിനിൽ വിജയിച്ച് കടക്കാൻ പോകുന്നു എന്നാണ്. പക്ഷേ നമുക്കറിയാവുന്ന പോലെ ഷാഫി പറമ്പിൻ്റെ നേതൃത്വത്തിൽ UDF ഭയങ്കരമായ ആരവം ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് രംഗമാണ് വടകരയിൽ കണ്ടത്. പല വിഷയങ്ങളാൽ അത് സമൃദ്ധവും വിവാദഭരിതവുമായിരുന്നു എന്നും അറിയാം. അപ്പോൾ വടകര രണ്ട് മുന്നണികളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ എന്ത് റിസൾട്ട് ഉണ്ടായാലും അതിന് പലതരത്തിലുള്ള എന്താ പറയുന്നത് പ്രതിഫലനങ്ങളുടെ അനുരണനങ്ങളുടെ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് വടകരയിൽ നിന്ന് വരാൻ പോകുന്നത്. K മുരളീധരനായിരുന്നു അവിടുത്തെ സിറ്റിംഗ് MP അദ്ദേഹം, പക്ഷേ പെട്ടെന്ന് തൃശ്ശൂരിലേക്ക് മാറി. അപ്പോഴാണ് ഷാഫി പറമ്പിൽ ഓപ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ കണക്ക് നമ്മൾ കണ്ടു 2019. വടകരയുടെ കാര്യത്തിൽ രണ്ട് മുന്നണികൾക്കും നല്ല പ്രതീക്ഷയാണ്. UDF ഒക്കെ ഭയങ്കരമായ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. ശ്രീ വിനോദ് കൃഷ്ണ, എന്താണ് വടകരയുടെ ഒരു അവസാനത്തെ ഒരു പൾസ് എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും തുടക്കത്തിൽ ടീച്ചർ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് തോന്നിയിരുന്നു. വളരെ പോപ്പുലറാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർത്തിയ മറ്റ് കാൻഡിഡേറ്റ്സിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ള ലീഡേഴ്സ് ഒരാളാണ് ടീച്ചർ. പക്ഷേ ഷാഫിയുടെ വരമ്പോട് കൂടിയിട്ട് ഇതിന് ചെറിയൊരു ടിൽറ്റ് വരുന്നുണ്ട്. പെട്ടെന്നൊരു തരം അദ്ദേഹത്തെ അനുകൂലമായിട്ട്, അത് യങ് ആണ്, വളരെ ഈസി ആയിട്ട് ആൾക്കാരെ ആക്സസ് ചെയ്യാൻ പറ്റിയ പക്ഷേ പെട്ടെന്നൊരു തരം UDF അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളതാണ്. പലപ്പോഴും പിന്നെ അദ്ദേഹത്തിനെതിരായി വന്ന പല ആരോപണങ്ങളും, പ്രത്യേകിച്ച് ചില വീഡിയോ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു ചില കമ്മ്യൂണൽ പോളറൈസേഷൻ സാധനങ്ങളൊക്കെ തന്നെ ആരോപണം, അതൊക്കെ ബാക്ക് ഫയർ ചെയ്തിട്ട് തീർച്ചയായിട്ടും അവിടുത്തെ ആൾക്കാർ പ്രിഫർ ചെയ്തത് ഷാഫി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ സാറിന് ടേക്കുണ്ടോ? ഞാൻ വടകരയിൽ പോയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എത്തിയത് പാനൂർ സ്ഫോടനത്തിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ ഞാൻ രണ്ട് സ്ഥാനാർത്ഥികളെയും കണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും വളരെ ഒരു ഉത്സാഹം തോന്നിയ പ്രചരണമാണ് ടീച്ചറിൻ്റെയും ഷാഫിയുടെയും പ്രസംഗങ്ങളും എല്ലാം. പക്ഷേ ഈ പാനൂർ സ്ഫോടനം പിറ്റേ ദിവസം അതിരാവിലെ നടന്നതിന് ശേഷം ആ കാകെ കൂടെ അതിൻ്റെ ക്യാരക്ടർ മാറി. പിന്നീട് ഞാൻ വടകര ഇല്ലായിരുന്നു, പക്ഷേ പിന്നീട് വായിച്ചറിഞ്ഞ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ ആര് പരാജയപ്പെട്ടാലും അതൊരു നഷ്ടം, കേരള രാഷ്ട്രീയത്തിന് നഷ്ടം തന്നെയാണ്. അതങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. നമ്മുടെ എനർജി ഏറ്റവും കൂടുതൽ വടകരയിൽ ശ്രദ്ധിച്ചിരിക്കുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ BJPക്കെതിരായില്ല. അവിടെ ലെഫ്റ്റും ഇടതുപക്ഷവും കോൺഗ്രസും നമ്മുടെ ചരിത്രപരമായ രാഷ്ട്രത്തിൻ്റെ ആവശ്യമാണ് ദേശീയ അവസാനം അവർ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത്. ആ സമയത്ത് മറ്റെല്ലായിടത്തും ഒരുമിച്ച് ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ മത്സരം ഇവർ തമ്മിലാണെന്നുള്ളൊരു നിരാശ. അതൊരു ആര് പരാജയപ്പെട്ടാലും എനിക്കൊരു നിരാശ തന്നെയാണ്. അതെ, എൻ്റെ വല്യമ്മ പറയുന്നൊരു സംഗതി എനിക്ക് ഓർമ്മ വരുന്നു. വല്യമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, മക്കളെ ഈ നെയ്യ് ഏറിയാലും അപ്പം കേടുവരും എന്ന്. അങ്ങനെ CPMനെ സംബന്ധിച്ച്, LDFനെ സംബന്ധിച്ച്, പിന്നെ പൊതുവെയും CPMനെ സംബന്ധിച്ച് വിശേഷിച്ചും നെയ്യ് ഏറിയത് കൊണ്ട് കേടുവരാൻ പോകുന്ന അപ്പമാണ് ഈ വടകര മണ്ഡലം. അവർക്ക് വേണ്ടാത്ത സംഭവങ്ങൾ മുഴുവൻ അവരവിടെ ചെയ്ത് അത്രയൊന്നും പേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം മുരളീധരൻ മാറി ഷാഫി പറമ്പിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒടുവിലത്തെ യുദ്ധമായി നിലയെടുത്തു നിൽക്കുവിൻ എന്നുള്ള മട്ടത്തിൽ പിന്നെ എന്ത് ചെയ്തിട്ടും തോൽപ്പിച്ച് കളയുന്നില്ല, അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓവറാക്കിയിട്ട് തോൽക്കാൻ പോകുന്നൊരു മണ്ഡലമാണ് LDFനെ സംബന്ധിച്ചിട്ട് വടകര എന്ന് എനിക്ക് തോന്നുന്നു. പിന്നത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം, നേരത്തെ ഇവിടെ ഇപ്പം നമ്മൾ പരാമർശിച്ച രണ്ട് കാര്യങ്ങളും വന്നത്, ഇപ്പം ബോംബ് സ്ഫോടനം എന്നുള്ള സാധനം വന്നത് അത് പുറത്തുനിന്നല്ല, പിന്നെ CPMൻ്റെ അകത്തുനിന്ന് തന്നെ, CPM പാർട്ടി കേന്ദ്രത്തിൽ നിന്നാണ്, CPMൻ്റെ അകത്തിൽ നിന്ന് തന്നെ. ആ സമയത്ത് തന്നെ ശൈലജ ടീച്ചറെ പോലെ ഒരാൾ അവിടെ പോയിട്ട് ഇത്രയും ഒരു ക്രൂഷ്യലായിട്ട് മത്സരം നടക്കുമ്പോൾ തന്നെ അവിടെ ഇത് പൊട്ടിക്കണമെന്ന് വാശിയുണ്ടായിരുന്നു. പുറത്തുള്ള ആർക്കും അല്ല എന്ന് ഓർക്കണം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ മറ്റേ ബോംബിൻ്റെ കാര്യം, മറ്റേ കാഫിർ ബോംബും, അതും വന്ന് അവസാനം വന്നപ്പം ആ ബോംബിനെ കുറിച്ചുള്ള അന്വേഷണം വരുന്നത് എത്തിപ്പോകുന്നത് അവസാനം പാർട്ടിക്കകത്താണ്. ഇപ്പം RMPയുടെ യോജനബോധം പരസ്യമായിട്ട് തന്നെ പറഞ്ഞു അത് CPMൻ്റെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ വീട്ടിൽ നിന്നാണ് അതുണ്ടാവുന്നത് എന്ന്. അങ്ങനെ ആ തരത്തിൽ ടീച്ചർക്കെതിരെയുള്ള ആയുധങ്ങൾ മുഴുവൻ ടീച്ചറുടെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ടോ എന്നുള്ളൊരു പ്രശ്നവും അവിടെയുണ്ട്. അതുകൊണ്ട് പിന്നെ അത്ര പ്രതീക്ഷിച്ച പോലെ വിജയിക്കാൻ പോകുന്നൊരു മണ്ഡലം അല്ല LDF ഇത്തവണ. ഇപ്പം ജയരാജൻ തോറ്റ മണ്ഡലത്തിൽ ശൈല ടീച്ചറും കൂടെ തോറ്റു എന്ന് പറയുക അല്ലാതെ. ശ്രീ M പ്രകാശൻ, ഇതൊക്കെ ഉള്ളപ്പോൾ 25,000 വോട്ടിന് ജയിക്കാൻ പോകുന്നത് പാർട്ടി കണക്കുണ്ടെന്നാണ് കേട്ടത്. ഇപ്പോഴും നിങ്ങൾ ആ 25,000-നും അതിന് മുകളിലും ആയിട്ട് എന്തായാലും ടീച്ചർ ജയിച്ചു കളയും എന്ന കോൺഫിഡൻസിലുണ്ടോ? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളിൽ അനായാസേന ജയിക്കുമെന്ന് കണക്കാക്കിയുള്ള സ്ഥാനാർത്ഥിയാണ് ശൈലജ ടീച്ചർ.
ആ ഒരു ധാരണയോടുകൂടിയാണ് ഷാഫി അവിടെ വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇത്ര ജുഗുപ്സാവഹമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം നടന്ന മറ്റൊരു മണ്ഡലം ഏതാ ഉള്ളത്? ഒരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിനെ പോലുള്ളൊരു പാർട്ടി ഇത്രയേറെ തരം താഴാൻ വേണ്ടി കഴിയുമെന്ന് തെളിയിച്ച ഒരു മണ്ഡലമല്ലേ വടകര. ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും നൽകാതെ അവർക്കെതിരായിട്ട് എത്രയെത്ര അധിക്ഷേപവും അശ്ലീലപരമായിട്ടുള്ള പരാമർശങ്ങളാണ് അവർ നടത്തിയത്. അതോടൊപ്പം തന്നെ വർഗീയക്കാർക്ക് ഇതുപോലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പുറത്തിറക്കിയ വേറെ മണ്ഡലം ഏതാണുള്ളത്? പക്ഷേ അതിനെയെല്ലാം അതിജീവിക്കാൻ പാകത്തിൽ കാര്യങ്ങൾ കൃത്യമായ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്കലാപ്പുണ്ടാക്കാൻ വലിയ നിലക്കല്ല നമ്മൾ ശ്രമം നടത്താൻ കോൺഗ്രസിന് സാധിച്ചുവെങ്കിലും വടകര ഒരു കാരണവശാലും പരാജയപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ശൈലജ ടീച്ചർക്ക് മെച്ചപ്പെട്ട നിലക്ക് തന്നെ അവിടെ വിജയിക്കാൻ വേണ്ടി കഴിയും. കാരണം ശൈലജ ടീച്ചർ അറിയാത്തവരല്ലോ വടകര മണ്ഡലത്തിലെ ആളുകൾ. നിങ്ങൾ ഇത്ര വലിയ ആവേശമൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇടതുപക്ഷം അവരുടെ ജയിക്കുന്ന മണ്ഡലങ്ങളിൽ വടകരയെ കൂട്ടിയിട്ടുണ്ട്. അല്ല, കഴിഞ്ഞ 3 തവണ തുടർച്ചയായി പരാജയപ്പെട്ട ഒരു മണ്ഡലമാണ് വടകര എന്നുള്ളത്. പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾ ആരാണെന്ന് പറയേണ്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ പറഞ്ഞ പോലെ പി ജയരാജ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ട സ്ഥലമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിറവിയെടുത്ത പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗത്ത് അവിടെ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? ടി.പി. ചന്ദ്രശേഖരൻ എന്ന അനശ്വരനായ ധീര രക്തസാക്ഷി ഉണ്ടായ ഒരു സ്ഥലം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി വടകരയിൽ നിന്നും ഇന്ന് MLA ആയി നിയമസഭയിലിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പിന്നെ ഇവിടെ സംഭവിച്ചത് എന്തൊക്കെയാണ്? ഇത്രയും മോശമായ അവിടെ ഒരു ബോംബ് സ്ഫോടനമുണ്ടായി. ബോംബുണ്ടാക്കുന്നതിനിടയിൽ തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തകർ മരിക്കുകയും അതിനുശേഷം തങ്ങളുണ്ടാക്കിയ ബോംബ് പൊട്ടി ഭരിച്ച ആളുകളുടെ പേരിൽ അവരുടെ പേരിൽ രക്തസാക്ഷിത്വം ഉണ്ടാക്കി രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കുന്ന രാഷ്ട്രീയം CPM-നല്ലാതെ ഇത് മറ്റാൾക്കും പറയാൻ കഴിയില്ല. പിന്നെ ഷാഫിയെ കുറിച്ച് ഇവർക്ക് ഭയമാണ്. ഒരു തർക്കമോ കാര്യത്തിലില്ല. പാലക്കാട് ഷാഫി പരാജയപ്പെടുത്തി ആരെയാണ്? BJP-യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മെട്രോമാനെ പരാജയപ്പെടുത്തി വരുന്ന ഷാഫിയെ നാളുകളിലെ രാഷ്ട്രീയം ഇന്നത്തെ വിവാദങ്ങളും CPM-നെ തോപ്പിക്കും എന്നാണ്. വിഷ്ണു വടകരയുടെ കാര്യത്തിൽ കമന്റ് ഉണ്ടോ? അല്ല, വടകരയാണ് കേരളത്തിൻ്റെ അല്ല ഇന്ത്യയിലായിരുന്ന ഏറ്റവും ഹീനമായ പ്രചരണം ഇരു മുന്നണികളും നടത്തിയത്. നരേന്ദ്രമോദിയുടേത് വർഗീയ പ്രചരണമെന്ന് നാഴികയ്ക്ക് 40 വട്ടം ചർച്ച ചെയ്യുകയും പറയുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നവർ എത്ര മലീനസമായിട്ടാണ് മതം പറഞ്ഞുകൊണ്ട് വടകരയിൽ വോട്ട് ചോദിച്ചത്. അതിൽ CPM-നും കോൺഗ്രസിനും തുല്യ പങ്കാണുള്ളത്. തങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സമൂഹത്തെ മാറ്റണമെങ്കിൽ എത്ര ഹീനമായ പ്രചരണവും വേണ്ടി വന്നാൽ ഞങ്ങൾ നടത്തും എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് വടകരയിൽ നടത്തിയത്. പൊട്ടിയ സ്റ്റീൽ ബോംബിനേക്കാൾ വലിയ ബോംബുകൾ CPM നിർമ്മിക്കുകയും ചെയ്തു. അതെല്ലാം CPM-ന്റെ മടിയിലിരുന്ന് തന്നെ പൊട്ടുകയും ചെയ്ത രാഷ്ട്രീയ സംഭവങ്ങൾ തന്നെയാണ് വടകരയിലുണ്ടായിരുന്നത്. കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വടകരയിൽ ഞങ്ങൾക്ക് വലിയ രാഷ്ട്രീയപരമായ വോട്ട് മാറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ശരി 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 എന്തായാലും ഇനിയിപ്പോൾ അവകാശവാദങ്ങളുടെ ഒക്കെ സമയം അവസാനിക്കുകയാണ്. നാളെ പുലരുമ്പോൾ ഇന്ത്യയുടെ വിധി എന്താണ് എന്ന് നമുക്ക് അറിയാൻ കഴിയും. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.